അങ്ങനെ നമ്മൾ വളാഞ്ചേരിക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറഞ്ഞ പോലെ വളാഞ്ചേരിയത്തെ മരുമകളുടെ കുപ്പായി ഞാൻ എടുത്തണിഞ്ഞിട്ടുണ്ട്. പട്ടാമ്പിത്തെ മകളുടെ വേഷമൊക്കെ അവിടെ അഴിച്ചു വെച്ച് പോന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ദോശയും കട്ടൻ ചായയൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ രാത്രി ഫുഡ് കഴിക്കാത്ത കാരണം കൊണ്ട് വീണ്ടും ഞാൻ ആ സംഭവം തുടങ്ങി കേട്ടോ. ഇതുവരെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. തടിയൊക്കെ വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സായക്കുട്ടി ഇന്നുമോൾക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തു കൊടുക്കുന്നുണ്ട്. അവളുടെ ബെഡ് കോഫിയാണ് അത്. അവൾക്ക് കോളേജിലേക്ക് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുടൽ കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രമ്മൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. എന്നിട്ട് ആരോ എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു, വീട്ടിൽ വെള്ളമല്ലേ, ഈ ഡ്രമ്മിലാണോ വെള്ളം കൊണ്ടെല്ലാം ചെയ്യുന്നതെന്ന്. ഇതങ്ങനെയല്ല, അത് ഫിൽറ്റർ ചെയ്ത വേസ്റ്റ് വാട്ടർ പോകുന്ന ഡ്രമ്മാണ്. അത് നമ്മൾ അലക്കാൻ വേണ്ടി ഉപയോഗിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇക്ക പിന്നെ കുളിച്ച് കടയിലേക്കൊക്കെ പോകാൻ വേണ്ടി തയ്യാറായി വന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ദോശയും കറിയൊക്കെ കഴിച്ച് ഇക്ക അങ്ങനെ ഇക്കാൻ്റെ ഷോപ്പിലേക്ക് പോയി. ഇനി നമുക്ക് അടുത്തത് ഇവിടുന്ന് പുറപ്പെട്ട് പോകാനുള്ളത് നമ്മളെ എന്നുമോളാണ്. അപ്പോൾ രാവിലെ എന്നുമോളുടെ ഒരുക്കങ്ങൾ നമുക്കൊന്ന് ചെറുതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചൂടുകാലമായ കാരണം മേക്കപ്പ് ഒന്നും മുഖത്തേക്കില്ല, ആകെ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഈ ചൂടുകാലായാലും തണുപ്പ് കാലമായാലും എങ്ങനെ ആയാലും പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ രണ്ട് മനുഷ്യന്മാരോട് വർത്താനം പറഞ്ഞ ടൈമിൽ നമുക്ക് കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സാധനം നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു കേട്ടോ. ഇതാണ് നമ്മൾ നാച്ചുറലിൻ്റെ അലോവേറ മൗത്ത് വാഷ് കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് 100% നാച്ചുറലാണ്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഏറെക്കുറെ ഉണ്ടോ കയ്യാറായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് പുതിയൊന്ന് മേടിച്ച് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ പീച്ച് കൊടുക്കുക കണ്ടോ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള അത്ര എടുത്തത് നമ്മൾ നേരെ വായക്ക് ഒഴിച്ചതിന് ശേഷം ഗാർഗിൾ ചെയ്യാൻ കേട്ടോ വേണ്ടത്. ഞാൻ ഗാർഗിൾ ചെയ്യുന്ന സമയത്തൊക്കെ പറയാൻ വെക്കൂല, അവിടെയാണ് ഇപ്പം തന്നെ പറഞ്ഞു തരുന്നത്. ഞാനൊന്ന് പോയിട്ട് ഗാർഗിൾ ചെയ്തിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മളത് വായൊക്കെ വെച്ചിട്ട് നന്നായിട്ട് 1 മിനിറ്റോളം ഗാർഗിൾ ചെയ്യണം കേട്ടോ. അങ്ങനെ ഗാർഗിൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു റീഫ്രഷ്മെൻറ്റ് ഫീലിംഗ് ഒക്കെ വരും, ഒരു കൂൾ ഫീലിംഗ് ഒക്കെ വരും കേട്ടോ വായക്ക്. ഇതിൽ ആയുർവേദിക് ഫോർമുല അടങ്ങിയുള്ളത്, അതായത് ഇപ്പോൾ ക്ലോവ്സ്, അലോവേറ അങ്ങനത്തെ ഒരുപാട് മെഡിസിൻസ് പോലത്തെ സാധനങ്ങളൊക്കെ അടങ്ങിയാണ് കേട്ടോ. അവിടെ നമുക്ക് ചെറുത് വലുത് എന്നുള്ള പ്രായ വ്യത്യാസം അല്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഈ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ക്യാവിറ്റീസ് ഉണ്ടാവുമല്ലോ, അത് വരുന്നത് തടയാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഈ പല്ലിന് കേട് പ്ലാക്ക് വരില്ലേ, പ്ലാക്ക് വരുന്നത് തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ബാഡ് ബ്രീത്ത് വരും അത് തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. 12 മണിക്കൂർ വരെ ഇതിൻ്റെ റീഫ്രഷ്മെൻറ്റ് അവിടെ നിൽക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല 220 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഒരു കെമിക്കൽസ് ഉപയോഗിക്കാതെ ഭയങ്കര നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റിന് അഫോർഡബിൾ ആയിട്ടുള്ള വില ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം എൻ്റെ മൗത്ത് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ആരോട് വേണമല്ലോ എങ്ങനെ വേണമെങ്കിലും സംസാരിക്കും ഗൈസ്. മറ്റേ നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, സ്മെല്ലുണ്ടാവുന്ന ഒരു പേടി ഉണ്ടാവും. പക്ഷെ നമ്മൾ മൗത്ത് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. അപ്പം നമ്മളിത് നാച്ചുറൽ ആയത് കാരണം കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ 12 hours വരെ അതിന് റീഫ്രഷ്മെൻറ്റ് അവിടെ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ബോട്ടിൽ മേടിച്ച് ആർക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ അതാ എൻ്റെ പുതിയ ബോട്ടിൽ ഇപ്പോൾ തന്നെ വരുത്തി വെച്ചിട്ട് നമ്മൾ ടൈം കഴിക്കാൻ പറ്റില്ലല്ലോ, ഇത് കഴിഞ്ഞാൽ അപ്പം തന്നെ യൂസ് ചെയ്യട്ടെ നമ്മൾ. അപ്പോൾ എല്ലാവരും മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് എനിക്ക് കോളേജിൽ പോകാൻ ടൈമായി. ഇനി അവിടെ വർത്താനം വന്നാൽ ബസ്സും പോകും, എല്ലാവരും പോകും. ഞാൻ നടന്ന് പെരുന്നമണ്ണൊക്കെ എത്തേണ്ടി വരും. അപ്പം ഞാൻ പോട്ടെ ഗൈസ്, ടാറ്റാ. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഇന്നുമോൾ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോളേജിലെന്തോ പ്രോഗ്രാം ഉണ്ട്, അതാണ് ആൾ വേഗം കോളേജിലേക്ക് ഉഷാറായിട്ട് പോണത് കേട്ടോ. വീട്ടിലേക്ക് പോയ ദിവസങ്ങളിലൊന്നും അവൾ മിക്കവാറും കോളേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആളങ്ങനെ കോളേജിലേക്ക് പോയി. സായിക്കുട്ടി ആണെങ്കിൽ അവൻ്റെ സ്കൂളിൽ അവൻ്റെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവൻ്റെ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവൻ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അവൻ്റെ സ്കൂൾ ബാഗിലാണ് ഡ്രസ്സൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ. പട്ടാമ്പിൽ നിന്ന് കൂടുന്ന ഡ്രസ്സുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഒന്ന് ഒരുക്കി എടുത്ത് വെക്കാറുണ്ട്. എനിക്കാണെങ്കിൽ കടുത്ത ജലദോഷവും ചെറിയൊരു പനിയൊക്കെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് പോകാനും വയ്യ. അപ്പോൾ ആളങ്ങനെ സ്കൂളിലേക്ക് പോയി. അവൻ്റെ കൂടെ അമ്മയും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മീൻകാരൻ വന്നു. ഇപ്പം നല്ല പെടപടക്കാത്ത അയില മീൻ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ പിടിച്ച് കറി വെക്കണം. ഇവിടെ ആണെങ്കിൽ കറണ്ട് ഇല്ല, അന്ന് 10 മണിക്ക് കറണ്ട് വരുള്ളൂ. പിന്നെ സായിക്കുട്ടി സ്കൂളിൽ പോയിട്ട് പുസ്തകങ്ങളൊക്കെ എടുത്ത് കൊടുന്നു. അവനോട് ഞാൻ പറഞ്ഞു ഇനി ഫോണൊന്നും കാണരുത്, ഈ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് വലിയ ഒരു സുഖം തോന്നിയില്ല. എന്നാലും കൂടി ഒരു മണിക്കൂർ പുസ്തകം വായിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ പിന്നെ നല്ല പഴുത്ത മാങ്ങളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. നല്ല ഞാൻ സാധാരണ ഞാൻ മെയ് മാസം ഇവിടെ ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഇനി മാങ്ങളൊക്കെ കിട്ടും. അങ്ങനെ അപ്പോൾ എനിക്കൊരു പാർസൽ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. ആ പാർസൽ എന്താണെന്ന് നമ്മൾ സായിക്കുട്ടി തുറന്ന് നോക്കുകയാണ്. ഇത് ഞാൻ ഇങ്ങനെ മീഷോന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിച്ച ഒരു കമ്മലാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അവന് പറിച്ചിട്ട് എല്ലാ പേപ്പറുകളും പെറുക്കി എടുത്ത് കൊണ്ടുപോകാൻ ഓൾറെഡി പറഞ്ഞു. കച്ചറാക്കിയ സ്ഥലം അവനവൻ തന്നെ വൃത്തിയാക്കണം എന്നുള്ളത് ഈ വീട്ടിലൊരു നിയമമാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കണു. നമുക്ക് ഇനി അടുത്ത വീഡിയോ ഉടനെ കാണാം കേട്ടോ. ജലദോഷമാണ്, ഒട്ടും വയ്യ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.